സങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ആഴ്ച ധ്യാനത്തിൽ നമ്മളെ സംബന്ധിച്ച് വചനം ശ്രവിക്കുമ്പോൾ ഈ നോമ്പുകാലത്ത് ദൈവം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ കൂടുതൽ വചനത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും അതിലൂടെ ഒരു പുതിയ ഉണർവ് നമുക്കുണ്ടാകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ ഗ്രന്ഥത്തിൽ നാം എപ്രകാരമാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 22-ാം തിരുവചനം പ്രകാരമാണ് പറയുന്നത്: അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ പരമേൽപ്പിക്കുകയാണ് ചെയ്തത്. കഷ്ടതകൾ വന്നപ്പോൾ, സഹനങ്ങൾ വന്നപ്പോൾ, വേദനകൾ വന്നപ്പോൾ അവൻ ഒരു പരാതിയും പറഞ്ഞില്ല. മറിച്ച് നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ പരമേൽപ്പിച്ചു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. എല്ലാ സഹനത്തിലും ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾ നമ്മെ താങ്ങി നിർത്തും. നമ്മൾ ശ്രവിക്കുന്ന വചനം ഈ ആഴ്ച നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ വളരുവാൻ, നീതിയോടെ വിധിക്കുന്നവൻ്റെ കരങ്ങളിലേക്കെല്ലാം സമർപ്പിക്കുവാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Divine, divine, divine blessing. Divine, divine, divine. മരുഭൂമിയിൽ വെച്ച് കല്ല് അപ്പമാക്കി മാറ്റാൻ പറഞ്ഞ പിശാചിനോട് ഈശോ പറയുന്നുണ്ട് മത്തായി 4:4 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ശരിക്കും വചനമഴ പെയ്യുന്ന ഒരു ധ്യാനകേന്ദ്രമാണ് ഡിവൈൻ ധ്യാനകേന്ദ്രം. ഈശോ തനിക്ക് തന്നെ വേറൊരു പേരിട്ടിട്ടുണ്ട്. മത്തായി 21:42 നമുക്കത് കാണാൻ സാധിക്കും. ആ പേര് മൂലക്കല്ല് എന്നാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി മാറിയെന്ന് ഈശോ പറയുന്നു. ഈശോ തനിക്ക് തന്നെ മൂലക്കല്ല് എന്ന് പേരിട്ടിരിക്കുകയാണ്. പിശാച് മരുഭൂമിയിൽ വെച്ച് കല്ല് അപ്പമാക്കി മാറ്റാൻ പറഞ്ഞെങ്കിൽ ഈശോ പറഞ്ഞു അത് വേണ്ട. പക്ഷേ ഈശോ തിരിച്ചൊരു കാര്യം ചെയ്തു. മത്തായി 26:26 നമ്മൾ കാണുന്നുണ്ട്. അപ്പം എടുത്ത് ഈശോ പറഞ്ഞു ഇതെൻ്റെ ശരീരമാകുന്നു. ഈശോ അപ്പത്തെ കല്ലാക്കി മാറ്റി, മൂലക്കല്ലാക്കി മാറ്റി. അതാണ് ഈശോ പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം. ഈ മൂലക്കല്ലിന് പരിശുദ്ധ കുർബാനയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണ് ഡിവൈൻ ധ്യാനകേന്ദ്രം. അതുകൊണ്ട് സാധിക്കുന്നവരെ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് ധ്യാനത്തിനായിട്ട് ഞാനും ശുപാർശ ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും കുമ്പസാരത്തിന് മുൻപ് 10 മിനിറ്റെങ്കിലും ഒന്ന് ഒരുങ്ങണം. ഒരുങ്ങാതെ കുമ്പസാരത്തിന് പോകരുത്. ഇവിടെ നല്ല ഒരുക്കങ്ങൾ നടക്കുന്നു. എന്നാണ് അവസാനമായി നീ കുമ്പസാരിച്ചത്? വർഷങ്ങളായിട്ടുണ്ടാകും, മാസങ്ങളായിട്ടും ദിവസങ്ങളായിട്ട്. വർഷവും മാസവും ദിവസമൊന്നുമല്ല തമ്പുരാന് വലുത്. അനുതപിച്ചു വരുന്ന ഭാവിയാണ് വലുത്. എത്ര വർഷമാകട്ടെ, എത്ര മാസം, എത്ര ദിവസമാണ്, അതൊന്നും ഇപ്പം നിങ്ങളധികം ശ്രദ്ധിക്കേണ്ട. നീ
എങ്കിലും ഓർക്ക് എത്ര നാളായി കുമ്പസാരിച്ചിട്ട്? അന്ന് വൈദികൻ കൽപ്പിച്ച പ്രായശ്ചിത്തം നീ നിറവേറ്റിയോ? ഇല്ലെങ്കിൽ കാരണം എന്താണ്? അത് പറയണം. കുമ്പസാരം പ്രായശ്ചിത്തം നിറവേറ്റുമ്പോഴേ പൂർണ്ണത വരിക. അപ്പം ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരു പൂർണ്ണനായ അപ്പന് വേണ്ടി, പൂർണ്ണനായ അമ്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഉള്ളിലെ ദാഹം, നമ്മുടെ ഉള്ളിലെ വിശപ്പ്, അത് സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കുവാനുള്ള വിശപ്പാണ്. കാരണം യേശു അവതരിപ്പിച്ച യേശുവിൻ്റെ പിതാവ്, ആ പിതാവാണ് എല്ലാം തികഞ്ഞ പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ പിതാവിനെ സ്വീകരിക്കുവാനുള്ള വിശപ്പാണ് നമ്മുടെ മാതാപിതാക്കന്മാരുടെ കുറവ് മൂലം നമുക്കുണ്ടായത്. ഹല്ലേലൂയ. അപ്പോൾ മാതാപിതാക്കന്മാരുടെ കുറവിൽ നിന്നാണ് നമുക്ക് ഈശോയുടെ പിതാവിനെ സ്വീകരിക്കുവാനുള്ള ദാഹവും വിശപ്പും ഉണ്ടായത്. എൻ്റെ പേര് ചിന്നു മരിയ. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. താമസിച്ചുള്ള ധ്യാനത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ ധ്യാനത്തിൽ വരുന്നത്. എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അനുഗ്രഹം തന്ന ഈശോയ്ക്ക് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. ഒത്തിരി പ്രയാസങ്ങൾ എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. മാനസികമായിട്ട് ഒത്തിരി ദുഃഖങ്ങളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്ന ശേഷം ആത്മീയമായിട്ട് ഒത്തിരി മാറ്റങ്ങൾ വരികയും മനസ്സിൽ ഒരു പുതിയൊരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു. ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ആത്മീയപരമായിട്ട് എനിക്ക് അതിൽ മാറ്റങ്ങൾ വന്നു. എല്ലാത്തിനും ദൈവത്തിനും അതേപോലെ തന്നെ ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു തരുന്ന എല്ലാ അച്ഛന്മാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഫറവോയുടെ അരമനയിലെ ഫറവോയുടെ മകളുടെ മകനായിട്ട് വളർന്ന മോശയ്ക്ക് അറിയാമായിരുന്നു, ഞാൻ ഈജിപ്തുകാരുടെ വർഗത്തിൽപ്പെട്ടതല്ല, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തിൽപ്പെട്ടതാണ്, ഇസ്രായേൽ വംശത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം രാജകുമാരനായിട്ട് ഫറവോ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തെന്ന പോലെ കഴിയുന്ന അവസരത്തിൽ ഒരു ഇസ്രായേൽക്കാരനും ഒരു ഈജിപ്തുകാരനും തമ്മിൽ വഴക്കുണ്ടാകുന്നത് കണ്ടു. ഉടനെ മോശ ഈജിപ്തുകാരൻ്റെ അടി കൊടുത്തു. പെട്ടെന്ന് അയാളങ്ങ് മരിച്ചുപോയി. അയാളെ കൊണ്ട് മറവ് ചെയ്തു. ആരും അറിഞ്ഞില്ല എന്ന് കരുതിയിരിക്കുമ്പോൾ രണ്ട് ഇസ്രായേൽക്കാർ തമ്മിൽ വഴക്കൂടുന്നപ്പോൾ മോശ അത് കണ്ടു. മോശ രമ്യപ്പെടുത്താൻ ചെയ്തു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തിൽപ്പെട്ടവരാണ്, നിങ്ങളിങ്ങനെ വഴക്കൂടുന്നത് ശരിയല്ല. അതിലൊരുത്തൻ പറഞ്ഞു, നീ ഇന്നലെ ഒരാളെ കൊന്നത് ആരും അറിഞ്ഞില്ലെന്നാണ് നീ കരുതിയിരിക്കുന്നത്. ഇത് കേട്ടതേ മോശയ്ക്ക് കാര്യം മനസ്സിലായി, പിടിക്കപ്പെടും. മോശ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. 40 കൊല്ലത്തെ മരുഭൂവാസം. അപ്പം 40 വയസ്സ് പ്രായമാണ് മോശയ്ക്ക്. അരമനയിൽ വളരുന്ന മോശയ്ക്ക് 40 വയസ്സ് പ്രായമാണ്. 40 കൊല്ലത്തെ മരുഭൂവാസത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഹോറേബ് മലയിൽ വെച്ച് കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം മോശേ മോശേ എന്ന് വിളിച്ച് ആ സ്ഥലത്തേക്ക് മോശ ചെല്ലുകയും ദൈവം അവനോട് സംസാരിക്കുകയും ദൈവം അവനോട് പറഞ്ഞു, ഇസ്രായേൽക്കാർ 400 കൊല്ലമായിട്ട്
ഈജിപ്തിൻ്റെ അടിമത്തത്തിലാണ്. അവരൊരുപാട് പീഡിപ്പിക്കപ്പെടുന്നു. അവരുടെ നിലവിളി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവരെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിന്നെയാണ് നിയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ ഫ്രാൻസിസ്കൻ ഫ്രയേഴ്സാണ്. OFM എന്ന് പറഞ്ഞ സഭയിലാണ് വരുന്നത്. ഞങ്ങളിവിടെ ധ്യാനത്തിന് വന്നതാണ്. ഞാൻ കർണാടകനാണ്, ഇവൻ കോഴിക്കോട്. ഞാൻ സെബിൻ, ഐവിൻ. ഞങ്ങൾ ബ്രദേഴ്സാണ്. അച്ഛനാവാൻ പഠിക്കുക. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പേടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്ന് അച്ഛന്മാരുടെ ധ്യാനമൊക്കെ കേട്ടപ്പോൾ ആ പേടിയൊക്കെ മാറുകയും പിന്നെ ദൈവത്തിനെ കൂടുതൽ ആരാധിക്കാനുള്ള ഒരു തീക്ഷ്ണതയൊക്കെ വരികയൊക്കെ ചെയ്തു. ഒരു ഭാര്യയുടെ ഗുണങ്ങളില് ഏറ്റവും നല്ല തിളങ്ങി നിൽക്കുന്ന ഗുണം വിധേയത്വമാണ്, എളിമയാണ്. ഈ വിധേയത്വത്തിൽ, ഈ എളിമയിൽ അപ്പോഴേ തോറ്റു കൊടുക്കാൻ പറ്റുള്ളൂ. തോറ്റു കൊടുക്കുന്ന മനോഭാവം അത് വിധേയത്വമുള്ള എളിമയുള്ള മനോഭാവമാണ്. അതാണ് ഈശോ പറഞ്ഞത്. ഈശോ കാണിച്ചെന്ന് പറഞ്ഞു. വചനം പറയുകയാണ്, കർത്താവിനോടെന്ന പോലെ ഭർത്താവിനോട് വിധേയത്വമുണ്ടായിരിക്കണം. അടുത്ത കാര്യം കർത്താവിൻ്റെ വചനം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 33-ാം വചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബഹുമാനം, സംസാരം, പ്രവൃത്തി, പെരുമാറ്റം ഭർത്താവിനെ ബഹുമാനിച്ചുള്ളതായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിധേയപ്പെടുന്ന, ബഹുമാനിക്കുന്ന മനോഭാവം ഭാര്യയിൽ നിറയുമ്പോൾ ഭർത്താവ് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം പറയുകയാണ്, സ്വന്തം ശരീരത്തെ എന്നവണ്ണം യേശു തൻ്റെ സഭയെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ ഈശോ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെ തന്നെ രക്തം ചിന്തി തന്നെ തന്നെ കൊടുത്ത് സ്നേഹിച്ചതുപോലെ ഭർത്താവിൻ്റെ സ്നേഹം സ്വാർത്ഥതയില്ലാത്ത സ്നേഹമായിരിക്കണം. ഭർത്താവിൻ്റെ സ്നേഹം അവസാനത്തുള്ള രക്തം പോലും കൊടുത്ത് ഈശോ സ്നേഹിച്ചതുപോലെ കൊടുക്കുന്ന സ്നേഹമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് അതിൻ്റെ കാരണം? ആ കാരണത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുകയാണ്. ഭാര്യയുടെ ശിരസാണ് ഭർത്താവ്. പേര് ബിന്ദു, കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടാൻ വന്നപ്പോൾ എനിക്ക് ഓട്ടോ ഓട്ടിക്കുന്നതാണ് എൻ്റെ ജോലി. അപ്പം എനിക്ക് ഷോൾഡറിന് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 ദിവസം കൊണ്ട് വന്നപ്പോൾ എനിക്ക് മാറിയില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലത്തെ ആരാധന ശുശ്രൂഷയിൽ കൈക്കും കാലിനും നല്ല വേദനയ്ക്ക് കുറവുണ്ട്. ഇവിടെ നിന്ന് വന്നതിൽ എനിക്ക് സുഖം പ്രാപിച്ചതായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടി. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ആ ഒരു ബോധ്യമാണ് സങ്കീർത്തകൻ ഉണ്ടായിരുന്നത്. കാരണം നിത്യമായവൻ നിത്യമായത് എനിക്ക് നൽകുമെന്ന ബോധ്യം, അവനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ആനന്ദം അതൊരിക്കലും എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നതല്ല എന്ന ബോധ്യം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അത് അനുഭവിക്കുവാനായി സാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. സത്യത്തെ തിരിച്ചറിയുക, ആ സത്യത്തിന് വേണ്ടി ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയവരായിരുന്നു അപ്പസ്തോലന്മാർ. യേശുവിനോടൊത്ത് ജീവിച്ച് കുറച്ചു കാലങ്ങളൊക്കെ അവരങ്ങനെ കടന്നുപോയി. യേശു മരിച്ചു, പുനരുത്ഥാനം ചെയ്തു. അപ്പോഴവരുടെ ധൈര്യം എല്ലാം ചോർന്നുപോയി. ആര് വിചാരിച്ചേ ഞങ്ങളെയും പിടിക്കും, ഉപദ്രവിക്കും, ആക്രമിക്കും, ഞങ്ങളുടെയും ജീവിതം ഇതോടുകൂടി തീരുകയാണ്, ഇവിടെ തന്നെ എല്ലാം തീർന്നു എന്ന ചിന്ത. എന്നാൽ അവരൊരുമിച്ച് ഏകമനസ്സോടെ കർത്താവിൻ്റെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അവർക്ക് ലഭിച്ച ഒരു ആനന്ദവും സമാധാനവും ഉണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അവർ
ശക്തിയുള്ളവരായി തീരുകയാണ്. Divine, divine, divine blessing. Divine, divine, divine. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താൻ തക്കവിധം നമ്മൾ പാപരഹിതരായി കഴിഞ്ഞിരിക്കുന്നു. ഈ പാപമോചനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നു. നീ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ഉത്തരം നൽകും. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് കടന്നു പോയാലും, ആർക്കെല്ലാം നിന്നെ വേണ്ടാന്ന് പറഞ്ഞാലും, ദൈവത്തിന് മാത്രം നിന്നെ വേണ്ടാന്ന് വെക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? ദൈവം ജീവൻ കൊടുത്തു വാങ്ങിയതാ. നീ എൻ്റെ ജീവനാ, നീ എൻ്റെ പ്രാണനാ, നീ എൻ്റെ കരള എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാലും ദൈവം പറഞ്ഞതാ. ഹല്ലേലൂയ. എൻ്റെ പേര് അനിഷ്മ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു. ഇതെൻ്റെ ഭർത്താവാണ്, പേര് ടിജുരാജ്. ഇവിടെ വന്നതിന് ശേഷം ഒരു സന്തോഷമൊക്കെ ഉണ്ട്. മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ മാറി ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ മുമ്പോട്ട് പോകാൻ വളരെ ആഗ്രഹമുണ്ട്. ഇപ്പം നല്ലൊരു സന്തോഷം ഉള്ളിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടിയപ്പോൾ പനക്കിളച്ചൻ പറഞ്ഞൊരു വചനം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. 1 യോഹന്നാൻ 1:1. ആരും ബൈബിള് തുറക്കണ്ട കേട്ടോ. ദൈവമേ, 1 യോഹന്നാൻ 1:1 ഞാൻ കണ്ടുപിടിച്ചത് 3/4 മണിക്കൂർ തപ്പിയിട്ടാണ്. ഞാൻ വിയർത്ത് കുളിച്ചു. അപ്പം എൻ്റെ അടുത്തിരിക്കണ ഒരു സഹോദരൻ പറഞ്ഞു, എന്താ ഇങ്ങനെ വിറയ്ക്കണേ? ഞാൻ പറഞ്ഞു, യോഹന്നാനെ കാണാനില്ല. അപ്പോൾ നോക്കണ ഭാഗങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കണത് മക്കബായരുടെ പുസ്തകത്തിലാണ്. അപ്പോൾ പറഞ്ഞു, പുള്ളി പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് മാറി. എന്നോട് പറയുന്നിട്ടില്ലല്ലോ. എൻ്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് ഭയങ്കരമായ ആത്മീയ നിർവൃത്തി കിട്ടി. അതുപോലെ തന്നെ വചനം പഠിക്കാനുള്ള ഒരു ഉത്സാഹം കിട്ടി. മുൻപ് ഞാൻ ദേഹം കൂടിയിട്ടുണ്ട് 99. അതിനേക്കാളേറെ അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു. ഇപ്പം എനിക്ക് വളരെയേറെ ആത്മസന്തോഷം ലഭിച്ചു. ഇടനെഞ്ചിലെരിയും കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മൊത്തെടുത്ത് ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മൊത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കേ 53 മണി ജപമാല. അപ്പൊ ഈശോ പറഞ്ഞ വാക്കുകൾ ആരുടെ വാക്കുകളാ? ആരുടെയാ? പിതാവിൻ്റെ. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാ. അപ്പൊ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ ശബ്ദം. ഇപ്പൊ എൻ്റെ ശബ്ദം എന്നെയും വേർതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ആരുടെയെങ്കിലും ശബ്ദവും നമ്മളെയും തമ്മിൽ വേർതിരിക്കാൻ പറ്റുമോ? ശബ്ദം നമ്മുടെ തന്നെയാ, നമ്മൾ തന്നെയാ, അല്ലേ? നമ്മുടെ ശബ്ദം. അപ്പൊ ഈശോ പറഞ്ഞത് ഈശോ തന്നെയാ ആ വാക്കുകൾ. അപ്പൊ അന്ന് ഈശോ പറഞ്ഞ വാക്കുകൾ ഇന്ന് നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അക്ഷരരൂപത്തിൽ എഴുതി വച്ചിരിക്കുക.
എൻ്റെ പേര് സ്മിത. ഞാൻ കൂർഗിൽ നിന്നാണ് വരണത്, വിരാഷ്പേട്ടയിൽ. ഇവിടെ വന്നിട്ടിപ്പോൾ 4 വർഷമായി അടുപ്പിച്ച് വരുന്നു. ഒരുപാട് ധ്യാനം കൂടിയിട്ട് ഒരുപാട് ദൈവ കൃപകൾ ഉണ്ടായിട്ടുണ്ട്, അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വചനം പഠിക്കാൻ പറ്റി. ഈശോയിനെ ഒരുപാട് അറിയാൻ സാധിച്ചു. നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ. വാവ യേശുനാഥ, വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, നായൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാവ യേശുനാഥ. തകർന്നു കിടന്ന ബലിപീഠം കേടുപോക്കി 3 ബലിപീഠങ്ങളാ ദൈവം നമ്മിൽ സ്ഥാപിച്ചിരിക്കുക. ഒന്ന് ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൻ്റേത്, 2 സഹോദര സ്നേഹബന്ധത്തിൻ്റേത്, 3 നമ്മോട് തന്നെയുള്ള സ്നേഹബന്ധം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, വെറുക്കാൻ പാടില്ല. ദൈവസ്നേഹബന്ധത്തിൻ്റെ ബലിപീഠങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റേത് നിനക്കുണ്ടാകരുത്. നിൻ്റെ ഹൃദയത്തിൽ ഈശോയ്ക്കായിരിക്കണം 1-ാം സ്ഥാനം. അവിടെ നീ വിശുദ്ധർക്ക് കൊടുത്തിട്ടുണ്ടോ? വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ടോ? പണമാണോ നിനക്ക് വലുത് ഈശോയേക്കാളും? വിദ്യാഭ്യാസം, അധികാരമോഹം, സ്ഥാനമാനങ്ങൾ, ആരോഗ്യം, സൗന്ദര്യം, ഇതൊക്കെയാണോ നിനക്ക് വലുത് ദൈവത്തെക്കാൾ? ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും പാടിക്ക് സ്വരമേർത്തി. ആരാധന ആരാധന യേശുവേ ആരാധന. Divine, divine, divine blessing. Divine, divine, divine. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 121 സങ്കീർത്തനത്തിൻ്റെ 5-ാം തിരുവചനം നമുക്ക് കർത്താവ് തരുന്ന വലിയൊരു ബോധ്യതാണ്. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ എപ്പോഴും നിൻ്റെ വലത് ഭാഗത്തുണ്ട്. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ. കാവൽക്കാരനായി കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കണ്ണടയ്ക്കാതെ കാത്തിരിക്കുന്നവനാണ് കാവൽക്കാരൻ. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എപ്പോഴും ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കും. കണ്ണടയ്ക്കാതെ കാത്തിരിക്കുന്നവൻ കാവൽക്കാരൻ, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുന്നവൻ കാവൽക്കാരൻ, ആവശ്യമെങ്കിൽ ജീവൻ പോലും നൽകി സ്നേഹിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ, അവനാണ് കാവൽക്കാരൻ. അപ്പോൾ കർത്താവ് നിൻ്റെ കാവൽക്കാരനാണ് എന്ന് നിനക്ക് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ എന്നും നിനക്ക് വേണ്ടി കണ്ണടയ്ക്കാതെ അവൻ കാത്തിരിക്കും, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കും. നിനക്ക് വേണ്ടി ജീവൻ തന്നു പോലും രക്ഷിക്കാൻ അവൻ സന്നദ്ധനായി നിന്റെ കൺമുമ്പിലുണ്ട്. ഈ ബോധ്യമാണ് നമുക്ക് ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ കർത്താവ് വ്യത്യസ്തമായ വചനങ്ങളിലൂടെ നൽകിയത്. ആ കർത്താവ് നിനക്ക് തണലേകാൻ നിന്റെ വലതു ഭാഗത്തുണ്ട്. തണലേകുന്നവനാണ് കർത്താവ്. ഏത് തണൽ? സ്നേഹത്തിൻ്റെ തണൽ, സംരക്ഷണത്തിൻ്റെ തണൽ, ആശ്വാസത്തിൻ്റെ തണൽ. കൊടും ചൂടിൽ നമ്മൾ ഒരു തണലുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ എത്രമാത്രം ആശ്വാസവും എത്രമാത്രം സാന്ത്വനവും നമുക്ക് അനുഭവപ്പെടുന്നോ, അതേ അനുഭവം കർത്താവ് പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, പരിപാലനയുടെ തണലായി ഞാൻ എപ്പോഴും നിൻ്റെ വലതു ഭാഗത്തുണ്ടാകും. ഈ വലതു ഭാഗത്ത് തണലായി കാവൽക്കാരനായി നമ്മോടൊപ്പമുള്ള ആ കർത്താവിൻ്റെ അനുഗ്രഹം എന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഈ അനുഗ്രഹത്തിൻ്റെ വഴികളാണ് ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത്. ഈ ഒരു സംരക്ഷണത്തിൻ്റെ തണലേകുന്ന കർത്താവ്
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആയിരിക്കുമ്പോൾ ഇത് കണ്ട് അനേകർക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇനിയുള്ള ആഴ്ചകളിൽ ധ്യാനിക്കാനായിട്ട് കടന്നു വരാൻ സാധിക്കണം. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ അനേകരെ ഈ ധ്യാനമന്ദിരത്തിലേക്ക് വചനം കേൾക്കാൻ ഓരോ ആഴ്ചയിലും പറഞ്ഞു വിടുന്ന വ്യക്തികളായി മാറണം. നിങ്ങൾക്ക് ലഭിച്ച ബോധ്യത്തിൽ എന്നും കർത്താവ് നിങ്ങൾ നയിക്കട്ടെ. നിങ്ങളിലൂടെ അനേകരെ കർത്താവ് രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.